കെ.സി. വേണുഗോപാൽ എംപിയുടെ സംയോജിതമായ ഇടപെടലിൽ വിദ്യാർത്ഥിനിക്ക് തുടർ പഠനത്തിന് അവസരമൊരുങ്ങി. കായംകുളം കണ്ണമ്പള്ളി ഭാഗം സ്വദേശിനി ഫാത്തിമയ്ക്കാണ് നഴ്സിംഗ് പഠനം തുടരാൻ അവസരമൊരുങ്ങിയത്. കർണാടകയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ചേർന്നിരുന്ന ഫാത്തിമയ്ക്ക് പഠനം തുടരാനാവാത്ത സാഹചര്യമായിരുന്നു. കെ.സി. വേണുഗോപാൽ എംപിയുടെ സമയോചിതവും മനുഷ്യത്വപരവുമായ ഇടപെടലിനെ തുടർന്നാണ് കായംകുളം സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ തുടർ പഠനത്തിന് അവസരമൊരുങ്ങിയിരിക്കുന്നത്. കർണാടകയിലെ ബഗാൽകോട്ടിലുള്ള സജ്ജലശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസിലേക്ക് 2023-2026 അധ്യയന വർഷത്തെ GNM കോഴ്സിന് കായംകുളം കണ്ണമ്പള്ളി ഭാഗം ഫാത്തിമ മൻസിലിൽ ഫാത്തിമ എസ് ചേർന്നിരുന്നു. ക്ലാസ് തുടങ്ങി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാണ് ഫാത്തിമ കോളേജിൽ ചേരുന്നത്. നിർധന കുടുംബത്തിലെ അംഗമാണ് ഫാത്തിമ. നാട്ടിൽ മറ്റു കോഴ്സുകൾക്ക് ഫാത്തിമ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം തടസ്സപ്പെട്ടു. ഇതോടെയാണ് താരതമ്യേന ഫീസ് കുറവുള്ള കോളേജ് എന്ന നിലയ്ക്ക് കായംകുളത്തെ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി സജ്ജലശ്രീ കോളേജിൽ ചേരാൻ തീരുമാനിച്ചത്. ഏറെ പ്രതീക്ഷയോടെ കോളേജിലെത്തിയ ഫാത്തിമയ്ക്ക് എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെയായിരുന്നു നേരിടേണ്ടി വന്നത്. കർണാടകത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളോട് വൈരാഗ്യ മനോഭാവത്തോടെ പെരുമാറുന്ന കോളേജ് മാനേജ്മെന്റും അധ്യാപകരും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഏതാണ്ട് ഒരു മാസം മുൻപേ തന്നെ വിദ്യാർത്ഥികൾ ഇതിനെതിരെ പരാതിപ്പെട്ടിരുന്നു. പ്രതിഷേധം തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ കോളേജിലെത്തിയ ശേഷമാണ് ഫാത്തിമ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ഞാൻ കർണാടകയിലാണ് പഠിക്കാൻ പോയത്. കർണാടക ജനറൽ നഴ്സിംഗ് പഠിക്കാൻ പോയതാണ്. അവിടെ കോട്ടയത്തുള്ള റോയൽ ഏജൻസി വഴിയാണ് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നത്. അവിടെ ചെന്നു 6 മാസം വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വീട്ടിൽ വന്നതാണ്. വീട്ടിൽ വന്നപ്പോൾ കുടുംബത്തൊരു മരണം ഉണ്ടായി. അതിനെ തുടർന്ന് തിരിച്ചു പോകാൻ കുറച്ച് വൈകിയപ്പോൾ തിരിച്ചു ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ പെട്ടെന്ന് കയറ്റി. ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ ക്ലാസ് കോർഡിനേറ്റർ ഞാൻ കൊണ്ടുകൊടുത്ത ലെറ്റർ വലിച്ചേറി കളയും. അതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ആളിനെ വിളിച്ചുകൊണ്ട് വന്നാലേ കേട്ടത്തോളൂ. അങ്ങനെ കുറേ ഷൗട്ട് ചെയ്തു. പിന്നെ ക്ലാസ്സിൽ കയറണ്ട അങ്ങനെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞു. ഞാൻ 2-3 ദിവസം ഒന്നും ക്ലാസ്സിന് പോകാതെ റൂമിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എന്നും വൈകുന്നേരം വരെ കോളേജിൽ പോയി നിൽക്കുമായിരുന്നു ക്ലാസ് കയറ്റും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ദിവസം അവിടെ ചെന്ന് 1-2 ആഴ്ചയോളം ക്ലാസ്സിന് വെളിയിൽ നിന്നു. അവിടെ കുറേ ദിവസം ഞാൻ അങ്ങനെ വെളിയിൽ നിന്നു. പിന്നെ ലാസ്റ്റ് ഹരിത ചേച്ചിയെ വിളിച്ചിട്ട് ഹരിത ചേച്ചിയായിട്ട് കെ.സി. വേണുഗോപാൽ സാറിനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടുന്ന് നാട്ടിലോട്ട് വരാനുള്ള ഏർപ്പാട് ചെയ്തത്. പക്ഷേ എന്നെ നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ വിട്ടില്ല. അവിടെ ഹോസ്റ്റൽ ഫീസ് 40,000 രൂപ പെൻഡിങ് ആയതുകൊണ്ട് അവിടെ അതടച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഇതായി. അങ്ങനെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കെ.സി. വേണുഗോപാൽ സാർ ഇടപെട്ടിട്ട് എൻ്റെ അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് 40,000 രൂപ അടയ്ക്കുകയുണ്ടായി. അടച്ചതിന് ശേഷം കർണാടകയിൽ നിന്ന് 2 പോലീസുകാർ വന്നു. പ്രിൻസിപ്പലിനോട് സംസാരിച്ചതിന് ശേഷമാണ് അവരെന്നെ സേഫായിട്ട് നാട്ടിലെത്തിക്കുക ചെയ്തത്. ഞാൻ പഠിച്ചത് കർണാടക ബാഗൽകോട്ടുള്ള നിജലിംഗപ്പ മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അതേസമയം ഫാത്തിമയും പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലുണ്ടെന്ന മുൻധാരണയിൽ മറ്റ് വിദ്യാർത്ഥികളോടെന്ന പോലെ തന്നെ ഫാത്തിമയോടും തികഞ്ഞ വൈരാഗ്യ ബുദ്ധിയോടെയാണ് കോളേജ് മാനേജ്മെന്റും അധ്യാപകരും പെരുമാറിയതെന്ന് വിഷയത്തിൽ ഇടപെട്ടവർ പറയുന്നു. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഏത് വിധേനയും സമ്മർദ്ദം ചെലുത്തി കോളേജിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു മാനേജ്മെന്റിന്റെ നയമെന്നും അവർ പറഞ്ഞു. പ്രതികാര നടപടികൾക്കിടയിലും വീട്ടിലെ സാഹചര്യം കാരണം ഏതാണ്ട് 9 മാസക്കാലത്തോളം ഫാത്തിമ അവിടെ പിടിച്ചു നിന്നു. അവസാന വിദ്യാർത്ഥിയും കോഴ്സ് നിർത്തി നാട്ടിലേക്ക് പോയതോടെ ഫാത്തിമ ഏറെ വലഞ്ഞു. 3 വർഷത്തെ മുഴുവൻ കോഴ്സ് ഫീസും അടച്ചാൽ മാത്രമേ ഫാത്തിമയ്ക്ക് നാട്ടിൽ പോകുവാൻ കഴിയൂ എന്നതായിരുന്നു മാനേജ്മെന്റിന്റെ തീരുമാനം. ഈ സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിയിലെ ഒരു ബന്ധു മുഖേന ഫാത്തിമയുടെ രക്ഷിതാക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിത ബാബുവിനെ കാണുന്നത്. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ ശേഷം അരിത ഈ വിഷയം കെ.സി. വേണുഗോപാൽ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എംപി അപ്പോൾ തന്നെ കോളേജ് പ്രിൻസിപ്പളുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും നിഷേധാത്മകമായ നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇതേ തുടർന്ന് കെ.സി. വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം രാവിലെ തന്നെ കർണാടകയിലെ 2 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കോളേജിലെത്തി ചർച്ച നടത്തുകയും ഫാത്തിമയുടെ മുഴുവൻ കോഴ്സ് ഫീസും കെ.സി. വേണുഗോപാൽ സ്വന്തമായി അടയ്ക്കാമെന്ന ധാരണയിൽ എത്തുകയുമായിരുന്നു. ഫാത്തിമയുടെ ഒരു കോള് കരഞ്ഞുകൊണ്ടാണ് എനിക്ക് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഫാത്തിമ ഭയങ്കരമായ രീതിയിൽ
രീതിയിൽ കരഞ്ഞു. ഞാൻ അവളെ ആശ്വസിപ്പിച്ചിട്ട് ചോദിച്ചത് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ എന്നാണ് ഫാത്തിമ എന്നോട് ചോദിച്ചത്. എൻ്റെ കൂട്ടുകാരെല്ലാവരും പോയി, ഞാനിനി ഇവിടെ നിന്നാൽ എനിക്കറിയില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഫാത്തിമയായി സംസാരിച്ചു. അവളുടെ കോളേജിലെ വിഷയങ്ങൾ, ഫീസിൻ്റെ ഡ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടച്ചു തീർത്തില്ല, കോളേജിൽ നടന്നു വരുന്ന മറ്റു പ്രശ്നങ്ങളും എല്ലാം സംസാരിച്ചു. അപ്പോൾ ഇതിന് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ആശ്രയമെന്ന് പറയുന്നത് ഏറെ പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP ആണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോൾ തന്നെ MP യെ വിളിക്കുകയും ഫാത്തിമയുടെ ആ കോളേജിൻ്റെയും ഡീറ്റെയിൽസ് ഉൾപ്പെടെ MP ക്ക് നൽകി. ഉടനെ തന്നെ MP എന്നെ അവിടെ നിന്ന് തിരികെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫാത്തിമയെ വിളിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞത് എനിക്ക് ആ കോളേജിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാൽ മതി, എന്നെ എത്തിച്ചില്ലെങ്കിൽ ഇനി ഇപ്പോഴെങ്ങും എനിക്ക് എത്താൻ കഴിയുകയില്ല എന്ന്. വീണ്ടും MP യുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ കോളേജിലെ ഫീസ് ഉൾപ്പെടെ, ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അടയ്ക്കാതെ അവളെ വിടുകയില്ല എന്നുള്ളൊരു സാഹചര്യമാണ് കോളേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനും ഒരു വലിയ പരിഹാരം എന്നോണം പ്രിയപ്പെട്ട KC വേണുഗോപാൽ MPയുടെ ഓഫീസിൽ നിന്ന് അവളുടെ ഫീസ് അടയ്ക്കാമെന്ന് ഏൽക്കുമ്പോഴും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോളേജിൽ നിന്ന് ലീവ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പ്രതികരിച്ചാൽ എൻ്റെ ജീവന് തന്നെ അപകടമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ MP തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കർണാടകയിൽ നിന്ന് ഇടപെടുത്തി അവിടെ മന്ത്രിയെ വിളിച്ചു. അവിടെ നിന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഏർപ്പാടാക്കിയാണ് അവളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആ ശ്രമങ്ങളോടൊപ്പം തന്നെ അവളുടെ ഹോസ്റ്റൽ ഫീസ് ഡ്യൂ ആയിരുന്ന ആ ഒരു എമൗണ്ട് അതും ഉൾപ്പെടെ കൊടുത്ത് ആ കോളേജിൽ നിന്ന് അവളെ നമുക്ക് റിലീസ് ചെയ്ത് ആ പോലീസിന്റെ തന്നെ സഹായത്തോടെ അവളെ ബസ് കയറ്റി വിട്ട് ഇങ്ങ് കായംകുളത്തേക്ക് എത്തിച്ചു തന്നു. തന്റെ ഭാവി ജീവിതത്തിന് സഹായകരമായി ഇടപെട്ട KC വേണുഗോപാൽ MPയെ ഫാത്തിമ നേരിൽ കണ്ട് നന്ദി അറിയിക്കുകയാണ് പിന്നീടുണ്ടായത്. കോളേജിൽ നിന്നും ഫാത്തിമയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങുവാനും തുടർ പഠനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുവാനും അരിതാ ബാബുവിനെ KC വേണുഗോപാൽ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.